എൻ്റെ പ്രിയപ്പെട്ട പെറ്റ് പേരൻസ്, ഒരു രസകരമായൊരു ചോദ്യം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. നാടൻ നായ്ക്കളെ നൈസായി ഒഴിവാക്കിയല്ലേ? എൻ്റെ പ്രിയ സഹോദര, ഒരു ഡോക്ടർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാടൻ പട്ടികളും എക്സോട്ടിക് പട്ടികളും നാടൻ പൂച്ചകളും എക്സോട്ടിക് പൂച്ചകളും മറ്റുള്ള ജീവികളായ കോഴി, ആട്, പന്നി, താറാവ്, ആന, ഏത് മൃഗമായാലും എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. കാരണം എല്ലാവരും എൻ്റെ അരുമകളാണ്. ഞാൻ എല്ലാവരെയും സ്നേഹിച്ച് ചികിത്സിക്കുന്ന ആളാണ്. എനിക്കെന്നല്ല, ഞങ്ങളെപ്പോലുള്ള വെറ്ററിനറി ഡോക്ടർമാർക്കെല്ലാം അതുപോലെ തന്നെയാണ്. എന്നിരുന്നാലും നാടൻ നായ്ക്കളുടെ പരിചരണത്തെപ്പറ്റി രണ്ട് വാക്ക് പറയണം എന്ന് തോന്നി. നാടൻ നായ്ക്കൾക്ക് നമ്മുടെ എക്സോട്ടിക് ബ്രീഡുകളെ പോലെയുള്ള ഒരു വലിയ പരിചരണം ആവശ്യമില്ല. നാടൻ നായ്ക്കൾ എക്സോട്ടിക് ബ്രീഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല. നാടൻ നായ്ക്കൾക്ക് രോമക്കുപ്പായം കൂടുതലല്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനെയും, ഏത് ക്ലൈമാറ്റിക് സ്ട്രെസ്സിനെയും, ഏത് ക്ലൈമാറ്റിക് ചേഞ്ചിനെയും ഒക്കെ അതിജീവിക്കുവാൻ കെൽപ്പുള്ളവരാണ് നാടൻ നായ്ക്കൾ. എന്ന് പറഞ്ഞ് വാക്സിനേഷൻ മറ്റുള്ള എക്സോട്ടിക് ബ്രീഡ്സിന് എങ്ങനെ വാക്സിൻ കൊടുക്കുന്നു അതുപോലെയുള്ള വാക്സിനേഷനൊക്കെ നമുക്ക് നാടൻ നായ്ക്കളിലും കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നാലും കെയറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഷിറ്റ്സു ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഗ്രൂമിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ലാബ്രഡോർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന ഒരു ജീവിയാണ്. അതായത് വെള്ളം കൂടുതൽ ഇഷ്ടപ്പെടുകയും തണുപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ബ്രീഡാണ് ലാബ്രഡോർ എന്നൊക്കെ പറയുന്ന പോലുള്ള പ്രത്യേകതകളൊന്നും നാടന്മാർക്കില്ല. അവർ ഏത് കാലാവസ്ഥയിലും ഇണങ്ങിപ്പോകുന്ന ബ്രീഡുകളാണ്.